ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലുബെല്ലൂരിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതുപോലെയുള്ള കാരിക്കേച്ചേഴ്സ്. നമ്മളുടെ സ്വന്തം കാരിക്കേച്ചേഴ്സ് നമുക്ക് നമ്മളുടെ മൊബൈൽ ഫോണിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ട രണ്ട് ആപ്ലിക്കേഷനാണ്. ഒന്ന് പിക്സാർട്ട് എന്ന് പറയുന്ന നമ്മുടെ ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനും പിന്നെ ഒന്ന് ടൂൺ ആപ്പ് എന്ന് പറയുന്ന മറ്റൊരു ആപ്ലിക്കേഷനുമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ടൂൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി ടൂൺ ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണുന്ന ആ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ ഒരു ടൂൺ ആപ്പ് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെയായിട്ട് ഞാൻ കണ്ടിന്യൂ കൊടുക്കാം. ഒരു 3-4 പ്രാവശ്യം ഞാൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് വീണ്ടും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നുണ്ടാവും. ഇത് സത്യം പറഞ്ഞാൽ ഒരു പെയ്ഡ് ആപ്പാണ്. പക്ഷേ നമുക്ക് പേജ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ കാണുന്ന ആ ഒരു ക്ലോസ് സിമ്പിൾ കണ്ടോ, ആ ഒരു ഐക്കനാണ് ഞാൻ ക്ലോസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ വരും. ഇവിടെ നമുക്ക് അലോ കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഗാലറിയുടെ ഇതുപോലെ ഓപ്പണായി വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങളുടെ ഏത് ഫോട്ടോ ആണോ നിങ്ങളുടെ ഫേസ് കറക്റ്റായിട്ട് അറിയുന്ന ഒരു ഫോട്ടോ നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നായിട്ട് നമുക്കിവിടെ മുകളിലായിട്ട് ഇമേജസ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി ഫോൾഡർ സെലക്ട് ചെയ്യാൻ വരെ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോൾഡർ ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ എൻ്റെ മുഖം ക്ലിയറായി കാണുന്ന ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം മുകളിൽ കാണുന്ന ഒരു ടിക്കോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഓക്കെയോ സെലക്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോപ്പൊക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ. നിങ്ങളുടെ ഫേസ് കറക്റ്റായിട്ട് വരുന്ന പോലെ കറക്റ്റായി വെച്ചതിന് ശേഷം നമുക്ക് ആ കാണുന്ന ഓക്കെ കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ലോഡിങ് വരുന്നുണ്ടാവും. ഒരു 5-6 സെക്കൻഡ് മാത്രമായിരിക്കും ലോഡാവുന്നുണ്ടാവും കേട്ടോ. ലോഡാവുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടോപ്പ് റൈറ്റ് കോർണറിൽ ഒന്ന് നോക്കുക. അവിടെ ഒരു 2 ആരോ കാണാം. ആ ഒരു ആരോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മൾ. അപ്പോൾ ഒരു ആഡാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. കാരണം നമ്മുടെ പെയ്ഡ് ആപ്പ് അല്ലാത്തതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്തു എന്നുണ്ടെങ്കിൽ ഈ ഒരു ആഡൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇത് ആ ഒരു ആഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ആയിട്ട് നമുക്ക് താഴെ കുറച്ച് കളേഴ്സ് കാണാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വൈറ്റാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം അത് വൈറ്റ് സെലക്ട് ചെയ്താലായിരിക്കും നമുക്ക് ഭാവി ഇതിൽ കറക്റ്റായി ചെയ്യാൻ പറ്റുക കേട്ടോ. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫോട്ടോ വരും. ഇവിടെ ആയിട്ട് നമുക്ക് സേവ് കൊടുക്കാം. താഴെ കാണുന്ന ഒരു സേവ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഫോട്ടോ എൻ്റെ ഗാലറിയിലോട്ടാണ് സേവായി വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ടൂൺ ആപ്പ് ഒന്ന് റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റാറൊക്കെ കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നോട്ട് നോ കൊടുത്ത് നിങ്ങൾക്ക് ബാക്കിലേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ അതെന്തെങ്കിലും ഒന്ന് കൊടുക്കാം. അതിന് ശേഷം നമുക്കിപ്പോൾ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മളുടെ ഈ ഫോട്ടോ കറക്റ്റായിട്ട് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടല്ലോ, കറക്റ്റായിട്ട് നമ്മുടെ ഫോട്ടോ സേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലെ ഒരു ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിന് ശേഷം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ലിങ്ക് കാണാം. ഇമേജ് 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ലിങ്ക് കൊടുക്കാം. ആ ഒരു ലിങ്ക് നിങ്ങൾ കയറിയിട്ട് ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ബ്രൗസറിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗൂഗിൾ ഡ്രൈവാണ് ഓപ്പൺ ചെയ്ത് വരിക. ഇതിലായിട്ട് കുറേ ഇമേജസ് നിങ്ങൾക്കുണ്ട്. ഇതിലെ എല്ലാ ഇമേജസും നിങ്ങൾ ആദ്യം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇടുക കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്ഫിറ്റാണ്, നമ്മുടെ ആ ഒരു ഡ്രസ്സാണ് ഇത് കാണിക്കുന്നത്. ഇതുപോലെ എല്ലാ ഇമേജസും ബാക്ക്ഗ്രൗണ്ട് ഇമേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഫോണിലോട്ടൊന്ന് ഡൗൺലോഡ് ചെയ്തിടുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. സാധാരണ എല്ലാവരുടെയും പിക്സാർട്ട് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്നതൊന്നും കാണിക്കാതിരുന്നത്. പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് എ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഏത് കളറാണോ വേണ്ടത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തായാലും യെല്ലോ കളർ ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ താഴെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആഡ് ഫോട്ടോ കൊടുക്കുന്നു. അതിന് ശേഷം നമ്മളുടെ ഔട്ട്ഫിറ്റ് ഏതാണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് വലുതാക്കാം. അപ്പോൾ ജസ്റ്റ് കൈവച്ചൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വലുതാക്കി കറക്റ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ കാണുന്ന ടിക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാം സെറ്റായി. അതിനുശേഷം വീണ്ടും ഞാൻ താഴെ പോയിട്ട് ആഡ് ഫോട്ടോ കൊടുക്കുന്നു. ഇവിടെ ആയിട്ട് നമ്മളുടെ ആ ഒരു നമ്മുടെ കാരിക്കേച്ചർ നമ്മൾ അപ്ലൈ ചെയ്ത് അത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് കട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഓപ്ഷൻ കാണാം. കണ്ടോ, ഒരു കത്രികയുടെ ചിഹ്നമാണ്. ആ ഒരു കട്ട് ഔട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളൊന്നും ചെയ്യേണ്ട, നേരെ പോയിട്ട് നമ്മളുടെ മുഖത്തിൻ്റെ ചുറ്റും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതെന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം മാത്രം സെലക്ട് ചെയ്യാനാണ്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന റൈറ്റ് ടോപ്പിൽ കാണുന്ന ഒരു ആരോ ക്ലിക്ക് ചെയ്തു.
അപ്പോൾ നമുക്ക് ഇതുപോലെ വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ താഴെയൊക്കെ കണ്ടോ കുറച്ച് താടി അല്ലാതെയൊക്കെ സെലക്ട് ആയിട്ടുണ്ട്. അവിടെ നിങ്ങൾ മായ്ക്കാൻ വേണ്ടി ചുമ്മാ കൈവച്ച് ആ ഭാഗത്തൊന്ന് വരച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എറേസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എറേസ് ആയി പോകും. ഇനിയിപ്പോൾ എനിക്കത് തിരിച്ച് വീണ്ടും കളർ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ റീസ്റ്റോർ കൊടുത്തിട്ട് ഒന്നുകൂടെ അവിടെ വരച്ച് കഴിഞ്ഞാൽ വീണ്ടും പോയ ഭാഗമൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. മുകളിൽ കാണുന്ന സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കണ്ടോ, അതാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. സേവ് കൊടുക്കുമ്പോൾ കണ്ടല്ലോ ഇതുപോലെ എൻ്റെ മുഖം ഇപ്പോൾ കറക്റ്റായി ക്രോപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ എനിക്ക് ഇഷ്ടമുള്ള പോലെ വെച്ചിട്ട് അതിൻ്റെ വലുപ്പം കൂട്ടാനും അതുപോലെ വിത്ത് കാര്യങ്ങൾ ഹൈറ്റ് എല്ലാം തന്നെ എനിക്കിവിടെ ഇതുപോലെ കൂട്ടാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിലൊന്ന് സൂം ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫേസ് കറക്റ്റായി അവിടെ വെക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ ഫേസ് വയ്ക്കുന്നു. എന്നിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റായി നോക്കുക. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ കാണുന്ന ഒരു ടിക്ക് കൂടെ പ്രസ് ചെയ്യാം കേട്ടോ. ഞാൻ ടിക്ക് പ്രസ് ചെയ്തു, ഇതെല്ലാം സെറ്റാണ്. അതിന് ശേഷം മുകളിൽ കാണുന്ന ഒരു ഡൗൺലോഡ് ബട്ടൺ കണ്ടോ, ഏറ്റവും മുകളിലായിട്ട് ആ ഒരു ഡൗൺലോഡ് ബട്ടൺ കൊടുക്കുമ്പോൾ സേവ് ടു യുവർ ഫോട്ടോ ഗാലറി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഗാലറി പോയിട്ട് ചുമ്മാ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാത്രം മതി, നമ്മുടെ ഫോട്ടോ കറക്റ്റായിട്ട് തന്നെ അവിടെ റെഡിയായി ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇത് നല്ല ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ ആണ്, അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത് ബ്ലറാവുന്നത്. കണ്ടല്ലോ, ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ അതിനുള്ള ഉത്തരം തന്നെ നൽകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരായിരിക്കും. ബൈ ബൈ.